ഹലോ, ഇന്നൊരു എഗ്ഗ് ഡ്രൈ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ടൈപ്പിലുള്ള ഒരു എഗ്ഗ് ഡ്രൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ട്രേ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ചൊന്ന് നനവ് പറ്റിയിട്ടുണ്ട്, അതാണ് ഇച്ചിരി അങ്ങനെ പിന്നി പോരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ആദ്യം വെട്ടിയെടുത്തിട്ട് സൈഡൊന്ന് വെട്ടിയെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയുള്ളൊരു അത് വരും. ഇനി നമുക്ക് അതൊന്ന് ഇങ്ങനെ അതിൻ്റെ 4 സൈഡൊന്ന് മുറിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു റൗണ്ട് പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ആ റൗണ്ടിൻ്റെ 4 ഭാഗത്തു നിന്നും സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 4 ഇതൾ പോലെ ഇങ്ങനെ കിട്ടും. അതിനുശേഷം അതൊന്ന് മലർത്തി പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും താഴത്തോട്ടൊന്ന് ചെരിച്ച് വെട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സൈഡ് മാത്രം ചിരിച്ച് വെട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടൈപ്പ് പൂവ് കിട്ടും. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചിരിച്ച് വെട്ടിയെടുക്കുമ്പോൾ വേറൊരു ടൈപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ്. രണ്ടാമത് നമ്മൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്നാമത് നമ്മൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാലാമത് നമ്മൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 4 ടൈപ്പ് പൂക്കളാണ് നമ്മൾ ഈ ഒരു എഗ്ഗ് ഡ്രൈ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് അവിടെ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കതിൻ്റെ തണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത്. ആ പൂക്കളുടെ നടുവിലൂടെ നമുക്ക് ഈ ഈർക്കിളി ഒന്ന് കടത്തി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഏതെങ്കിലും ഒരു മുത്ത് വെച്ചാൽ മതി. അതിന് ശേഷം ഞാനിവിടെ ഗ്രീൻ ടാപ്പ് എടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്ലാസ്റ്റിക് കവർ വെച്ച് ഒട്ടിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കളർ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.